കോട്ടക്കലിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്ന ആട്ടീരി സ്വദേശി ഷഹദിനെ വെള്ളിയാഴ്ച രാത്രി 10ഓളം പേരടങ്ങുന്ന സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പരാതി. രണ്ടത്താണിയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ യുവാവിനെ ക്രൂരമായി മർദ്ദനത്തിന് വിധേയമാക്കി ദേശീയപാതയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കോട്ടൂർ പള്ളിയെടുത്ത് താമസിക്കുന്ന നൗഫലും അവൻ്റെ ചേട്ടനൊരു ബാബു മുഹമ്മദ് ഇഷ എന്ന് പറയും. അവർ രണ്ടുപേരും പിന്നെ കണ്ടാലറിയാവുന്ന 12ഓളം പേര് ചേർന്നിട്ട് അവരെ വണ്ടിക്കകത്ത് പിടിച്ച് ബലമായിട്ട് കയറ്റിക്കൊണ്ട് പോവുകയും കൊടശ്ശേരിപ്പാറയുള്ള ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവനെ കാര്യമായി ഉപദ്രവിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് അവൻ്റെ തലയ്ക്കും പുറത്തും ഒക്കെ പരിക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള എന്തോ സാമ്പത്തികത്തോടെ ബന്ധപ്പെട്ട് കിട്ടാനുള്ള കാശ് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആക്ഷേപം പറഞ്ഞിരിക്കുന്നതിനകത്ത്. അത് കൂടുതൽ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. പ്രതികൾ എല്ലാവരും അബ്സ്കോണ്ടിങ് ആണ്. പ്രവാസിയായിരുന്ന ഷഹദ് മാസങ്ങൾക്ക് മുമ്പാണ് നാട്ടിലെത്തിയത്. സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ ഷഹദിനെ മർദ്ദിച്ചതായാണ് പോലീസ് പറയുന്നത്. എന്നാൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഘം പിടിയിലായ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഷഹദ് വിവരം ചോർത്തി എന്ന പേരിലാണ് മർദ്ദിച്ചതെന്ന് കുടുംബം പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോട്ടൂർ സ്വദേശികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളുടെ വീട്ടിൽ പരിശോധന നടത്തുന്നതിനിടെ പ്രതികളിൽ ഒരാളിന്റെ ബന്ധു പോലീസിനെ തടയുകയും ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതേസമയം ഷഹദ് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സി മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.